പ്രിയമുള്ളവരെ, ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ മുടി കെട്ടിയ ഒരു രൂപത്തിൽ ഞാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ രസം പിടിച്ച ഒരു വാർത്ത കണ്ടു. അപ്പോൾ നിങ്ങളോട് കൂടെ ഒന്ന് പങ്കുവെക്കണമെന്ന് തോന്നി. മറ്റൊന്നുമല്ല, സ്ഥലം എവിടെയാണെന്നറിയില്ല, നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. ഒരു പയ്യന് ഒരു സ്വകാര്യ ബസ് തുടർച്ചയായി ഹോണടിച്ചു എന്ന് പറഞ്ഞിട്ട് അയാളുമായിട്ട് വാക്കുതർക്കത്തിലായി. പിന്നെ ഹെൽമറ്റ് ഉപയോഗിച്ചിട്ട് വണ്ടിയുടെ ചില്ല് തല്ലിപ്പൊട്ടിച്ചു. അക്രമത്തെ ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല, പക്ഷേ എങ്കിൽ പോലും പലപ്പോഴും മനസ്സിൽ ദേഷ്യം ഉണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ നിരന്തരമായി ശല്യം ചെയ്യുന്ന ഈ ഹോണടി. അതും ഒന്ന് മനസ്സിലാക്കണം, വണ്ടി നമ്മളുടെ വാഹനത്തിന് തൊട്ടു പുറകിലും മുൻപിലുമായിട്ട് ഇങ്ങനെ ക്യൂ ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ട്രാഫിക് ബ്ലോക്കുള്ള സിറ്റുവേഷനുകളിൽ പോലും ഈ പുറകിലുള്ള വാഹനങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് അത് ഈ ലൈൻ ബസ്സുകാർക്കാണ് ഈ ഒരു രസം ഉള്ളത്. അവർക്കാണ് ഇതിങ്ങനെ ഒരാളെ അങ്ങോട്ട് ഇറിറ്റേറ്റ് ചെയ്തിട്ട് അവർക്കങ്ങ് പറന്നു പോകണം എന്നൊരു ചിന്തയുള്ളത് ഈ കൂട്ടർക്കാണ്. പൊതുവേ ബസ്സുകാർ ഇപ്പോൾ KSRTC ആണെങ്കിലും ലൈൻ ബസ് ആണെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഞാൻ സൈഡ് കൊടുക്കും. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാഹനത്തിൽ ഞാൻ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ മോൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതൊരു പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ അതിൽ ധാരാളം മനുഷ്യരുള്ളതാണ്. നമ്മൾ അവർക്കൊരു പ്രയോറിറ്റി കൊടുക്കണം. അവർ കയറി പൊയ്ക്കോട്ടെ എന്ന് കണ്ട് ഞാൻ സൈഡ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇങ്ങനെ നമുക്ക് സൈഡ് കൊടുക്കാൻ, നമ്മുടെ ഫ്രണ്ടിലെ വാഹനത്തിൻ്റെ അവസ്ഥ അനുസരിച്ചിട്ടേ നമുക്ക് സൈഡ് കൊടുക്കാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒപ്പം തന്നെ പോകണം, ആ ക്യൂവിൽ തന്നെ പോകണം. അപ്പോൾ ഈ പുറകിൽ നിന്നുള്ള ശല്യം വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പം ഒട്ടും പോലും വലിയ വോളിയം കേൾക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അവരെ പോലെ ആരോ ആയിരിക്കാം ആ പയ്യൻ അങ്ങനെ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഈ ശബ്ദ മലിനീകരണം എന്ന് പറയുന്നത് ഇതിൽ മാത്രം ഒതുങ്ങുന്നില്ല. നമ്മുടെ ആരാധനാലയങ്ങളിൽ നിന്നുള്ള പ്രാർത്ഥനകൾ ഒരു ജാതിയെയും പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നില്ല, എല്ലാവരും കണക്കാണ്. ഈവൻ ഹോസ്പിറ്റലിന് അടുത്ത് പോലും ആത്മാവിന് ബലം കൊടുക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട്. എൻ്റെ അനുഭവമാണിത്. വ്യക്തി ജീവിതത്തിലുണ്ടായ അനുഭവം തന്നെയാണ് ഈ പറയുന്നത്. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിട്ട് കിടന്നപ്പോൾ ഇച്ചിരി പ്രശ്നമായിരുന്നു. എന്ന് വെച്ചാൽ അസുഖമുണ്ടായിരുന്ന ഒരു സമയത്ത്, ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാണ്. കിടന്നപ്പോൾ തൊട്ടടുത്ത ബിൽഡിങ്ങിൽ ഇതുപോലെ ആത്മാവിന് ബലം കൊടുക്കുന്ന കുറച്ച് ടീമുകളുണ്ട്. അപ്പോൾ അവരുടെ പ്രഭാഷണമാണ്. നമ്മൾ വേദന നിന്ന് ഇതിനകത്ത് കിടക്കുമ്പോൾ അവരവിടെ കിടന്ന് കാറുകയും കൂവുകയും എന്തൊക്കെയാണോ, ദൈവം ഇറങ്ങി താഴെ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഇതിനെയൊക്കെ ചാട്ടക്കടിച്ച് ഓടിച്ചിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. ശബ്ദ മലിനീകരണം വലിയൊരു വിഷയമാണ്. ഇത് കേൾക്കുന്ന ആരെങ്കിലും ഇതുപോലെ കാറുകയും കൂവുകയും ഒക്കെ ചെയ്യുന്നവരാണ്, ഇങ്ങനെ ഓണടിക്കുന്നവരാണെങ്കിൽ ചെയ്യരുത്. റിക്വസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ പറയാം.